അസ്സലാമലൈക്കും. എന്റെ മോക്ക് 4 മാസമായി മെഡിക്കൻസ് വന്ന് വന്നിട്ട് ഇപ്പൊ 5-ാമത്തെ മാസം വന്നു. മച്ച മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. നമുക്ക് ഒരു നിവർത്തി ഒരു കഴിവൊന്നുമില്ല. നിങ്ങളെല്ലാം സഹായിച്ചു. എന്റെ മോക്ക് വേണ്ടുന്ന സഹായം ചെയ്യണം. എന്റെ മോളെ രക്ഷപ്പെടുത്തി തരണം. അച്ഛനെ കഴിഞ്ഞ എന്റെ മോളെ രക്ഷപ്പെടുത്തി തരണം. എന്റെ മോളെ രക്ഷപ്പെടുത്തി തരണം. എന്റെ മോൾക്ക് വേണ്ടി മജ്ജ കൊടുക്കേണ്ടത് എന്റെ ചെറിയ മോളാണ്. ഇവളെ ഉള്ളൊരു ഓളോ സുഖമില്ലുണ്ടായി. ഇനി അടുത്തുള്ള ഒരു ചെറിയ മോൾ ഓളെ കൂടി എനിക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നതിൽ വലിയ വിഷമമുണ്ട്. പക്ഷെ എന്നാൽ എന്റെ മോളെ രക്ഷപ്പെടുത്താൻ വേറെ നിവൃത്തിയില്ല. മജ്ജ മാറ്റണമെങ്കിൽ ഒന്നിക്ക് ഇവളെ ചേരുന്നുണ്ടെങ്കിൽ ഇവളെ ചെയ്യണം. അതിന് അവര് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ 40 ലക്ഷം രൂപയോളം വരും. നമുക്ക് എനിക്കൊരു കഴിവില്ല. ഹോട്ടൽ പണിയെടുത്തിട്ട് ജീവിക്കുന്ന ആള്, അന്നന്ന് ജീവിക്കുന്ന ആള്, ഓരോ ദിവസം ജോലി ചെയ്തിട്ട് ഒരു നിവൃത്തിയില്ല. നിങ്ങൾ എല്ലാരും സഹായിക്കുക. ജീവൻ ജീവിച്ചിട്ട് സഹായിക്കണം. 40 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അസ്സലാമലൈക്കും. നമസ്കാരം. ഷെയ്ൻ കെ മൊയ്തീനാണ്. കൂടെ സലാംബായി ഉണ്ട്. ഞങ്ങളിപ്പോ ഉള്ളത് കണ്ണൂർ ജില്ലയില് കൂത്തുപറമ്പിൽ 6-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുന്ന മുഹമ്മദ് റഫീന്റെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ 13 വയസ്സുള്ള 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമത്ത് റിഫ ബ്ലഡ് ക്യാൻസർ രോഗിയാണ്. വളരെ അടിയന്തരമായിട്ട് മജ്ജമാറ്റിക്കൽ ശസ്ത്രക്രിയയാണ് ഡോക്ടർമാര് പറഞ്ഞിട്ടുള്ളത്. ഈ ഉപ്പാടെയും ഉമ്മാടെയും വാക്കുകളിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. നിങ്ങളോട് പരമാവധി എല്ലാവരും സഹായിക്കണം. എത്രയും പെട്ടെന്ന് മോള് ജീവൻ രക്ഷിക്കാനായിട്ട് എല്ലാവരും മനസ്സ് കാണിക്കണം. അസ്സലാമു അലൈക്കും. പറഞ്ഞ പോലെ കണ്ണൂർ ജില്ലയില് കൂത്തുപറമ്പിൽ 6-ാം മൈലിലാണുള്ളത്. ഞങ്ങൾ വന്നപ്പോ ആ കുട്ടിയുടെ ഉപ്പ ഒരു കാര്യം പറഞ്ഞു. റൌഫ് എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ വാപ്പ പറഞ്ഞൊരു കാര്യം മനസ്സിന് വളരെ വിഷമം തോന്നുന്നൊരു കാര്യം തന്നെയാണ്. ആ കുട്ടി കുറെ നാളുകളായി സാമ്പത്തികമില്ലാത്തതിന്റെ പേരിൽ ഓപ്പറേഷൻ മാറ്റിവെക്കുന്നു. ഇനി വാപ്പ ആരുടെ മുമ്പിലും പോയി കൈ നീട്ടേണ്ട, കാരണം ഞാൻ രക്ഷപ്പെടില്ല എന്ന് ആ കുട്ടി വാപ്പായോട് ഇന്നലെ പറഞ്ഞൊരു വളരെ ദയനീയമായ ഒരു നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. എല്ലാവരും പടച്ചോനെ വിചാരിച്ച് കൈ ഒഴിയരുത്. നിസ്സഹായാവസ്ഥയാണ്. സഹായിക്കണം. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഒരു നാട് മുഴുവൻ ഫാത്തിമത്ത് റിഫ മോൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഷബനയുണ്ട്, മഹല്ല് പ്രസിഡന്റ് ഉണ്ട്, ഉസ്താദ് ഉണ്ട്. നമ്മുടെ പഞ്ചായത്തിലൊരു കുടുംബമാണ്. വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഇവരുള്ളത്. നമ്മളെല്ലാവരും ഈ കുട്ടിയുടെ കൂടെയാണ്. എല്ലാവരും ഇതിനുവേണ്ടി സഹായിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അസ്സലാമു കുട്ടിയുടെ കാര്യം വളരെ പരിതാപകരമായ ജീവൻ തന്നെ ഭീഷണിയിലാണ്. അള്ളാഹുള്ളൊരു പ്രതീക്ഷയും ഈ കാണുന്ന ആളുകളിലുള്ളൊരു പ്രതീക്ഷയും മാത്രമേ ഉള്ളൂ. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും ഒരുമിച്ചാണ്. രാഷ്ട്രീയമോ മതമൊന്നും നോക്കാതെ നാട്ടിൽ കമ്മിറ്റും എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ ഒക്കെ സഹായം നമ്മളിൽ മാത്രമാണ് ഈ കുടുംബത്തിന് പ്രതീക്ഷയുള്ളത്. എല്ലാവരും സഹായിക്കണമെന്നും വളരെ പ്രത്യേകിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്നും പ്രത്യേകിച്ചും ഉറപ്പെടുത്തിയാണ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.